ഇസ്രായേലിന്റെ തുടർച്ചയായ ഉപരോധത്തിനിടയിൽ ഞായറാഴ്ച ഗസയിൽ 20 ദിവസം പ്രായമുള്ള കുഞ്ഞ് മരവിച്ച് മരിച്ചതായി റിപ്പോർട്ട്. 15 മാസമായി തുടരുന്ന സംഘർഷത്തിന്റെ ദുരിത സാഹചര്യം മൂലം പലതവണ പലായനം ചെയ്ത നൂറുകണക്കിന് പലസ്തീനികൾ മഴയും കൊടും തണുപ്പും സഹിച്ച് ടെന്റുകളിലാണ് താമസം. ഗസയിലുള്ള ഇതര താൽക്കാലിക കൂടാരങ്ങളിൽ തണുപ്പ് താങ്ങാനാകാതെ ഹൈപ്പോതെർമിയ ബാധിച്ചു മരിക്കുന്ന 5ാമത്തെ ശിശുവാണ് ജോമോ അൽ ബത്രാൻ. 1 മാസം തികയാതെയാണ് ദമ്പതികൾക്ക് ഇരട്ട കുഞ്ഞുങ്ങൾ ജനിച്ചത്. എന്നാൽ ഇവർ യുദ്ധത്തെ അതിജീവിച്ചെങ്കിലും തണുപ്പിനെ മറികടക്കാൻ കഴിഞ്ഞില്ല. ഗസയിലെ മറ്റ് ആരോഗ്യ കേന്ദ്രങ്ങൾ പോലെ തന്നെ ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്ന അൽ അഖ്സ ഹോസ്പിറ്റലിലെ നഴ്സറിയിൽ കുഞ്ഞിനെ വെറും 1 ദിവസം മാത്രമായിരുന്നു പരിചരിക്കാൻ കഴിഞ്ഞത്. കുട്ടികൾക്ക് നല്ല ചൂട് കൊടുക്കണമെന്ന് കുടുംബത്തോട് ഡോക്ടർ പറഞ്ഞു. എന്നാൽ ടെന്റിൽ താമസിക്കുന്ന കുടുംബത്തിന് അത് സാധ്യമായിരുന്നില്ല. പ്രദേശത്ത് രാത്രി താപനില പതിവായി 10 ഡിഗ്രി സെൽഷ്യസിൽ താഴെ പോകാറുണ്ട്. മാത്രമല്ല, കുഞ്ഞിന് ചൂട് കൊടുക്കാൻ ആശുപത്രിയിൽ നിന്നും ആകെ ലഭിച്ചത് അൽ ബത്രാന്റെ കയ്യിലിരിക്കുന്ന നീല നിറത്തിലുള്ള ഹീറ്റിംഗ് ക്ലോത്ത് മാത്രമായിരുന്നു. പ്രാദേശിക ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് അടുത്ത ആഴ്ചകളിലായി കുറഞ്ഞത് 4 കുഞ്ഞുങ്ങളെങ്കിലും തണുപ്പ് മൂലം മരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ കാലാവസ്ഥാ സേവനമനുസരിച്ച് ഗസയിലെ താപനില രാത്രിയിൽ 8 ഡിഗ്രി സെൽഷ്യസ് വരെ കുറയാറുണ്ടെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.